ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാല വബഅദ്. നമ്മളിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തഖ് യുദ്ധത്തെ തുടർന്ന്, അഹ്സാബ് യുദ്ധത്തെ തുടർന്ന് ബനു ഖുറൈദ ജൂതഗോത്രത്തിലേക്ക് ചെന്ന് അവരെ ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് മനസ്സിലാക്കുന്നത്. അതിവിടെ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള രണ്ടായത്തുകൾക്ക് ഈ ചരിത്രം അറിയൽ അത്യാവശ്യമാണ്. വഅൻസലല്ലദീന ബാഹറൂഹും മിൻ അഹ്ലിൽ കിതാബി മിൻ സയാസിഹിം എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതആല ഇനി ആ വിഷയമാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സഖ്യകക്ഷികളെ പിന്തുണച്ച, അവരെ സഹായിച്ച വേദത്തിൻ്റെ ആളുകളെ അവരുടെ കോട്ടകളിൽ നിന്ന് പുറത്താക്കി, ഇറക്കി വിട്ടു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ്, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പേടി ഇട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല കോട്ടകളിൽ നിന്ന് ഇറക്കി വിട്ട അഹ്ലുൽ കിതാബ്, വേദത്തിൻ്റെ ആളുകൾ, അവരാണ് മദീനയിലെ ബനു ഖുറൈബ ജൂതഗോത്രം. ബനു ഖുറൈബ ജൂതഗോത്രം. അവരെ കോട്ടകളിൽ നിന്ന് ഇറക്കി വിടുക മാത്രമല്ല ചെയ്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഒരു വിഭാഗം വധിക്കപ്പെട്ടു, മറ്റൊരു വിഭാഗം ബന്ദികളാക്കപ്പെട്ടു. അപ്പോൾ ഈ വധിക്കപ്പെട്ടവരുടെ പേരിൽ ഇപ്പോൾ ചില ആളുകൾ അതൊരു ക്രൂരതയായി, അതൊരു ഹിംസയായി ഒക്കെ ഇസ്ലാമിനെ നിരൂപിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാൻ അതെടുത്ത് ഉപയോഗിക്കുന്നൊരു വിഷയമാണ്. തൽപരകക്ഷികൾ ശരിക്കും ആ ഒരു വിഷയം കൊണ്ടാടുന്നുണ്ട്. അപ്പം നമ്മൾ അത് എന്തുകൊണ്ട്, എന്താണ് അതിൻ്റെ പിന്നിലെ ചരിത്രം, അതാണ് ഇവിടെ ഇന്ന് മനസ്സിലാക്കുന്നത്. അഹ്സാബ് യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ യുദ്ധവേഷം അഴിച്ചു വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാണ്, വദഅ്തും അസ്ലിഹതക്കും, നിങ്ങൾ ആയുധങ്ങളൊക്കെ വെച്ചോ എന്ന് ചോദിക്കാനോ, യുദ്ധവേഷം മാറ്റിയെന്ന് ചോദിക്കാനോ. മാ വദഅത്തിൽ മലായികത്തു അസ്ലിഹതഹ, മലക്കുകൾ ഒരിക്കലും അവരുടെ ആയുധം വെച്ചിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, പുറപ്പെടാൻ പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ, ഇലാ ഐൻ, എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കാൻ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇലാ ഹുന, കാണിക്കുകയാണ്, ഇലാ ബനി ഖുറൈബ, ബനു ഖുറൈദയിലേക്കാണ് പോകേണ്ടത് എന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കാത്തത്. ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ ഞാനിങ്ങനെ കാണുകയാണ്, അദ്ദേഹം ഈ പൊടി നിമിത്തം പൊടി ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തല കെട്ടിയിട്ടുണ്ട്, അങ്ങനെയായിരുന്നു ജിബ്രീൽ വന്നത് എന്നാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ യുസല്ലിയന്ന അഹദുൻ അൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈദ, സഹാബികളോട് പറയണത്, നിങ്ങളിൽ ആരും അസ്ർ നിസ്കരിക്കരുത് ബനു ഖുറൈദയിലല്ലാതെ എന്ന് പറയണം. അപ്പോൾ എല്ലാവരോടും എന്ത് ചെയ്തു, ഉടനടി പുറപ്പെടാൻ പറയണം. ചില നിവേദനങ്ങളിൽ ലാ യുസല്ലിയന്ന അഹദുൻ ബുഹ്റ ഇല്ലാ ഫി ബനി ഖുറൈദ, ആരും ബുഹ്ർ നിസ്കരിക്കരുത് ബനു ഖുറൈദയിലല്ലാതെ എന്ന് പറയും. ബനു ഖുറൈദയിൽ എത്തിയിട്ട് ബുഹ്ർ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ചില നിവേദനങ്ങളിൽ, കൂടുതൽ നിവേദനങ്ങൾ തന്നെ അസർ ബനു ഖുറൈദയിൽ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി, ഉടനടി പുറപ്പെടണം എന്ന അർത്ഥത്തിൽ. അങ്ങനെ 3000 ആളുകളെയും കൊണ്ട് ബനു ഖുറൈദയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. 36 പടയാളികൾ, കുതിരകൾ ഉൾപ്പെടെ 3000 പേരെയും കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈദയിലേക്കും പോയത്. അത് ഹിജ്റയുടെ 5-ൽ ദുൽഖഅദ മാസത്തിൻ്റെ ഒടുവിലും ദുൽഹജ്ജിൻ്റെ തുടക്കത്തിലും എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഏതായാലും ഹിജ്റയുടെ 5-ലെ ദുൽഖഅദ മാസത്തിലായിരുന്നു ബനു ഖുറൈദയുടെ നേരെയുള്ള ഈ ഒരു പോക്ക്. അങ്ങനെ 25 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഖുറൈദയിൽ അവിടെ നിന്നു. അവരെ ഉപരോധിച്ചു. 25 ദിവസം ഉപരോധിച്ചു. ഈ മാപ്പിൽ
നമ്മൾ കിടങ്ങ് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, ഇതാണ് മദീനയുടെ കിഴക്കേ അതിർത്തി, അൽ ഹറ ഷർഖിയ, മദീനയുടെ കിഴക്കേ അതിർത്തി. ഇതാണ് മദീനയുടെ പടിഞ്ഞാറേ അതിർത്തി, അൽ ഹറത്തുൽ ഗർബിയ. ഇതിന് ഹറത്തു വാക്കം എന്ന് പറയും, ഇതിന് ഹറത്തുൽ വബ്ര എന്ന് പറയും. ചരിത്രത്തിലെ പേര് നമ്മൾ കൂടുതൽ കേൾക്കണമല്ലോ. പിന്നെ മദീനയുടെ ഇത് ഹറമിൻ്റെ അതിർത്തിയാണ്. എന്നാൽ ഇവിടെയും ഹറയുണ്ട്. ഹറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കറുത്ത ഈ ബുർഖാൻ കല്ലുകൾ പാകപ്പെട്ട സ്ഥലമാണ്. ഈ ബുർഖാൻ ഉണ്ടല്ലോ, അഗ്നിപർവ്വത സ്ഫോടനം സൃഷ്ടിക്കുന്ന കല്ലുകൾ, ആ കല്ലുകൾ പാകപ്പെട്ട സ്ഥലമാണ് ഈ കാണുന്നത്. മദീനയുടെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഉണ്ട്, പിന്നെ തെക്ക് ഭാഗത്തും ഉണ്ട്. പക്ഷെ തെക്ക് ഭാഗം ഹറമിൻ്റെ അതിർത്തിയല്ല. ഇവിടെ അങ്ങോട്ട് ജബൽ ഉയറില്ല, ജബൽ ഉയറാണ് ഇവിടെ തെക്ക് ഭാഗത്ത് അതിർത്തി. ഇവിടെ ഉഹുദ് മല ഉണ്ടല്ലോ, ഇതാണ് ഉഹുദ് മല. ഉഹുദ് മലയുടെ പുറത്ത് ജബൽ സൗർ എന്ന് പറഞ്ഞിട്ടൊരു മലയുണ്ട്, ജബൽ സൗർ വടക്ക്, അതാണ് അതിർത്തി. അപ്പോൾ ജബൽ സൗറിൻ്റെയും ജബൽ ഉയറിൻ്റെയും ഇടയിൽ, ഹറത്തു ഷർഖിയയുടെയും ഹറത്തുൽ ഗർബിയയുടെയും ഇടയിൽ ഇതാണ് മദീനത്തെ ഹറം. ഈ ഹറമിൽ ഹറത്ത് വാക്കം, അതിൻ്റെ വടക്കേ അറ്റം, ഇവിടെ ഉത്തം അഷെയ്ഖൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വൃദ്ധ ദമ്പതികൾ പണ്ട് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നു, ഉത്തം. ഈ കോട്ടയുടെ ഭാഗത്ത് നിന്ന് കിടങ്ങ് കുഴിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഹറത്തുൽ വബ്രയുടെ വടക്ക്, ഇവിടെ ഉത്തം അൽ മദാർ എന്ന് പറയുന്നൊരു കോട്ട ഉണ്ടായിരുന്നു. ആ കോട്ട വരെയാണ് കിടങ്ങ് കുഴിച്ചത്. സഖ്യകക്ഷികൾ വന്നപ്പോൾ അവരെ ചെറുക്കാൻ വേണ്ടി, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ചരിത്രപ്രസിദ്ധമായ ജബലു സല ഇവിടെയാണ്, സല മല. ഈ സല മലയുടെ ഈ ഭാഗത്ത് നിന്നിട്ടാണ് ഇസ്ലാം മതങ്ങൾ കിടങ്ങ് കുഴിക്കാൻ നേതൃത്വം നൽകിയത്. സഖ്യകക്ഷികൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ സലയിലെ ഈ ഭാഗത്ത് നിന്നിട്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ പിന്നെ പ്രതിരോധം തീർക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തത്. ഇവിടെ മസ്ജിദുൻ നബവിയിൽ നിന്ന് പിന്നെ വടക്ക് ഭാഗത്താണ് എന്ത് ഈ കിടങ്ങുള്ളത് അല്ലേ. മസ്ജിദുൻ നബവിയുടെ തെക്ക് ഭാഗം, ഇവിടേക്കാണ് ഖിബില, അങ്ങോട്ടാണ് ഖിബില, ഇതാണ് കുബ. ഈ ഭാഗത്ത് കുബ. ഇവിടെ 3 യഹൂദ ഗോത്രങ്ങൾ, അതിൽ ഖൈനുഖ, പിന്നെ അന്നദീർ, പിന്നെ ഖുറൈദ. ഇന്നത്തെ നമ്മുടെ വിഷയം ഖുറൈദയാണ്. ഖൈനുഖ, അന്നദീർ, ബനു നദീർ, ഖുറൈദ, ബനു ഖുറൈദ. 3 യഹൂദ ഗോത്രങ്ങളാണ്. ജൂതഗോത്രങ്ങൾ ഇവിടെ വന്ന് പാർത്തവരാണ്. ഇവിടെ ഉണ്ടായിരുന്ന അറബികളെ, അമാലിക്കകൾ എന്ന് പറയുന്ന അറബികളെ പിന്നെ ഇവിടെ വസിച്ചിരിക്കെ ജൂതഗോത്രങ്ങൾ ഇവിടെ വന്നതാണ്. ജൂതഗോത്രങ്ങൾ ഷാമിൽ നിന്ന് അല്ലെങ്കിൽ ഫലസ്തീൻ്റെ ഭാഗങ്ങളിൽ നിന്ന് പണ്ട് നാട് കടത്തപ്പെട്ടവരാണ്. നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ട്. ജൂതന്മാർ പലപ്പോഴും പിന്നെ ഈ ബാഹ്യ ശക്തികളുടെ പ്രത്യാക്രമണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. ഇസ്ലാമൊക്കെ വരുന്നതിൻ്റെ മുമ്പ് നൂറ്റാണ്ടുകളുടെ ചരിത്രം, അതിൽ ജൂതന്മാർ എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ യുദ്ധത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്, നാടകെടുത്തപ്പെട്ടിട്ടുണ്ട്, അവർ നിഷ്ഠൂരമായ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പല സംസ്കാരങ്ങൾ ഇവിടെ ഭരിച്ചിരുന്ന കാലങ്ങളിലൊക്കെ. അതിൽ പിന്നെ ബുഖ്തു നസ്ർ എന്ന് പറയുന്ന രാജാവ്, ബാബിലോണിയൻ ചക്രവർത്തി, അയാൾ ആക്രമിച്ചത് ചരിത്രപ്രസിദ്ധമാണ്. അതേപോലെ തന്നെ റോമൻ ഭരണാധികാരികൾ ആക്രമിച്ചിരുന്നത് ചരിത്രപ്രസിദ്ധമാണ്. ബുഖ്തു നസറിൻ്റെ കാലത്ത് ബൈത്തുൽ മഖ്ദിസ് തകർക്കപ്പെടുകയും പിന്നെ ജൂതന്മാർ കൊല്ലപ്പെടുകയും അവരിൽ പലരും ബന്ദികളാക്കപ്പെടുകയും നാട് കടത്തപ്പെടുകയും ചെയ്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗ നാളുകളോടടുത്ത് ഉണ്ടായ പിന്നെ റോമക്കാരുടെ ആക്രമണം. എന്തായാലും ഈ ജൂതന്മാരവർക്ക് നാട് വിട്ടു പോകേണ്ട, പലായനം ചെയ്യേണ്ട അവസ്ഥകൾ ചരിത്രത്തിൽ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. പലപ്പോഴും അവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് നാട് കടത്തി അടിമകളാക്കി ഉപയോഗപ്പെടുത്തുന്ന ചരിത്രം അതുവരെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ജൂതന്മാർ വന്ന് അറേബ്യൻ ഉപദ്വീപിൽ തൈമാ, ഫെദക്ക്, അതേപോലെ തന്നെ ഖൈബർ, പിന്നെ യസ്രിബ്, മദീനത്തെ പണ്ടത്തെ പേര് യസ്രിബ്, ഇവിടെയൊക്കെ താമസാക്കിയിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗ നാളുകളിൽ, പിന്നെ പലായന നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റയുടെ ഭൂമി കാണിക്കപ്പെട്ടത് 2 ലാബകൾക്കിടയിൽ, ലാബ എന്ന് പറഞ്ഞാൽ ഹറകൾക്കിടയിൽ ഈത്തപ്പന വിളയുന്ന നാട്ടിലാണ്.
അതായത് യസ്രിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ ഈ 3 ജൂത ഗോത്രങ്ങൾ ഉണ്ട്. പിന്നെ ഔസ് ഹസ്റജ് ഉണ്ട്. ഔസ് ഹസ്റജ് ഗോത്രം അവരാരാ? മദീനയിലെ അവർ യമനികളാണ്, കഹ്താനികളാണ്. അവർ പിന്നെ യമനിൽ സദ്ദു മആരിബ്, അത് സുഹൃത്ത് സഭയെടുത്ത് പറഞ്ഞത്, സദ്ദു മആരിബ് എന്ന് പറയുന്ന അണക്കെട്ട് തകരുന്നതുമായി ബന്ധപ്പെട്ട് ആ അണക്കെട്ടിനെ ആശ്രയിച്ച് കഴിയുന്ന അറബികൾ, കഹ്താനികൾ, അവർ നാട് വിടാൻ തുടങ്ങി. പലരും ഇന്ത എന്ന് പറയുന്ന അവരിലൊരു വിഭാഗം അവർ യമനിലും അതേപോലെ തന്നെ ഒമാന ഭാഗങ്ങളിലേക്ക് ആശ്രിതരായി. അതേപോലെ തന്നെ ഈ ലഹ്മികൾ എന്ന് പറയുന്നവർ, അതേപോലെ പിന്നെ ഖസ്സാനികൾ ഷാമിലേക്ക്, ലഹ്മികൾ ഹീറയിലേക്ക് ഇങ്ങനെ പലായനം ചെയ്തു. പിന്നെ ഈ ഔസ് ഹസ്റജ് ഗോത്രം അവരും യമനികളാണ്. അവർ വന്നു. ഹുസാ എന്ന് പറയുന്ന ഗോത്രം അവരെന്ത് ചെയ്തു? ജിദ്ദയോടടുത്ത് ഉള്ള, പിന്നെ മക്കയുടെയും മദീനയുടെയും ഇടയിൽ ജിദ്ദയുടെ ഭാഗത്തേക്ക് അവർ ഹുസാ അവിടെ പാർത്തു. പിന്നെ ഔസ് ഹസ്റജ് വീണ്ടും പലായനം തുടർന്നു. അവർ അവിടേക്ക് വന്നു, യസ്രിബിലേക്ക് വന്നു, മദീനയിലേക്ക് വന്നു. അങ്ങനെയാണ് ഔസ് ഹസ്റജ് ഗോത്രം ഇവിടെ ഉണ്ടായത്, ഇവിടെ മദീനത്തുണ്ടായത്. അങ്ങനെ അവരുണ്ടായിരിക്കെ തന്നെയാണ് പിന്നെ ഇവരും വരുന്നത്. ഏതായാലും ഔസ് ഹസ്റജ് ഗോത്രം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരാണല്ലോ സ്വീകരിച്ചത്. ഹിജറ വന്നപ്പോൾ ബനു ഖൈനുഖ അവർ ഈ മദീനയോട് അടുത്താണ് പാർത്തിയിരുന്നത്, മദീനയോട് അടുത്ത്. പിന്നെ ബനു നദീർ അവർ ഖുബാ മസ്ജിദിനോടടുത്ത് അവിടെയാണ് പാർത്തിയിരുന്നത്. ബനു ഖുറൈള ഒന്നുകൂടി അകലത്ത് പിന്നെ മദീനയുടെ തെക്ക് ഭാഗത്തായിട്ടായിരുന്നു അവരുണ്ടായിരുന്നത്. മനസ്സിലായി? മദീനയുടെ ഈ ഹറത്ത് വാക്കമിൻ്റെ പിന്നെ ഒരു ഓരത്ത് മദീനയുടെ തെക്ക് ഭാഗത്തായിരുന്നു ബനു ഖുറൈള. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ബനു ഖൈനുഖ അവർ ബനു ഖുറൈദയും ബനു നദീറും, ഖുറൈദ നദീർ, അവർ ഈ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 മക്കളാണ്, ഖുറൈദയും നദീറും. പിന്നെ അവരിലേക്ക് ചേർത്താണ് ഈ ഗോത്രങ്ങൾ അറിയപ്പെട്ടത് ബനു ഖുറൈദ, ബനു നദീർ. അവർ ജ്യോത്സ്യന്മാരും പുരോഹിതന്മാരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ആഠ്യന്മാരായിരുന്നു. ആർക്കും വിട്ടുകൊടുക്കാത്ത ആഠ്യതയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഈ 2 ഗോത്രങ്ങൾക്ക്. ബനു ഖൈനുഖ അവർ പിന്നെ ഇവരെ അപേക്ഷിച്ച് പിന്നെ നിലവാരം കുറഞ്ഞ ഗോത്രമായിരുന്നു. പക്ഷേ അവർ മദീനയിൽ ഇവിടെ ആയുധ നിർമ്മാതാക്കൾ, ആഭരണ നിർമ്മാതാക്കൾ, കച്ചവടക്കാർ, അതായിരുന്നു അവരുടെ പ്രത്യേകത. ബനു ഖുറൈദയും ബനു നദീറും അവരുടെ ശ്രദ്ധ മുഴുവൻ കൃഷിയിലായിരുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾ അറബികൾക്ക് വിറ്റും അത് കയറ്റുമതി ഇറക്കുമതി, അങ്ങനെയായിരുന്നു ഇവരുടെ, അതായിരുന്നു പ്രധാനമായിട്ട് ഇവരുടെ സാമ്പത്തിക സ്രോതസ്. ബനു ഖൈനുഖാൻ്റേത് ആയുധ കച്ചവടം, ആഭരണ കച്ചവടം. പിന്നെ ഇത് പോരാഞ്ഞിട്ട് അവർ കൈക്കൂലിയുടെയും പലിശയുടെയും ആളുകളായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്തി എന്ന് ഇവരെക്കുറിച്ച് പറഞ്ഞിരുന്നു. പലിശയും കൈക്കൂലിയും മാത്രമല്ല, ഔസ് ഹസ്റജ് ഗോത്രം ഇവരൊരിക്കലും ഔസ് ഹസ്റജ് സഹോദരങ്ങളാണ്. ഔസ് ഹസ്റജ് സഹോദരങ്ങളാണ്, സഹോദരങ്ങളുടെ മക്കളാണ്. പക്ഷേ ഇവരൊരിക്കലും ഐക്യത്തിൽ കഴിയാൻ വരെ സമ്മതിച്ചിരുന്നില്ല. കാരണം ഇവരെ ഐക്യത്തിലായിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആയുധ കച്ചവടം നടക്കില്ല. ഇവരെ തമ്മിൽ തല്ലിച്ചിട്ട് ഇവരെന്ത് ചെയ്യുമായിരുന്നു? ആയുധങ്ങൾ വിറ്റയക്കുമായിരുന്നു. പിന്നെ മാത്രമല്ല, ഔസ് ഹസ്റജ് ഗോത്രങ്ങളുണ്ടല്ലോ, ഇവർ ഈ യഹൂദരുമായിട്ട് എന്തായിരുന്നു? ഒരു സഖ്യത്തിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് സഖ്യത്തിന് വേണ്ടിയിട്ട് ഇവരും എന്ത് ചെയ്യും? പരസ്പരം പോരടിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ആയുധ കച്ചവടവും മറ്റു കാര്യങ്ങളൊക്കെ മുറക്ക്. പിന്നെ ഇവർ ഔസ് ഹസ്റജ് ചെയ്ത സമയവും തമ്മിൽ കലഹമായത് കാരണത്താൽ അവർക്ക് കൃഷി ഇറക്കാനും മറ്റു കാര്യങ്ങൾക്കുള്ള വേണ്ടത്ര സമയവും സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വിളവുകൾ അതിനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്നു ഔസ് ഹസ്റജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമായി പലായനം ചെയ്ത് എത്തുന്ന കാലഘട്ടത്തിൽ ഇതായിരുന്നു ഇവിടെ മദീനയുടെ അവസ്ഥ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയം വിശുദ്ധ മദീനയിൽ ഉണ്ടായതോടുകൂടി പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് അവർക്ക് തീർത്തും അസഹ്യമായി. ഔസ് ഹസ്റജിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അറിവുള്ളവരാരായിരുന്നു? ഈ യഹൂദ ഗോത്രങ്ങളായിരുന്നു. യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ തിരിച്ചറിയാൻ കഴിയുന്നതിനെ പോലെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട നബിയാണ്, പ്രവാചകനാണ് എന്നുള്ളത് ഇവർക്ക് അറിയാമായിരുന്നു. പക്ഷേ എന്നിട്ടും അവർ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതിച്ചില്ല, സത്യപ്പെടുത്തിയില്ല. എന്ന് മാത്രമല്ല,
ബനു നദീർ നോക്കാം, കുബയോടടുത്ത് ഈ ഭാഗത്താണ് ബനു നദീർ. ഈ ഭാഗത്ത് ബനു നദീറിൽ അവരുടെ നേതാവാണ് ഹുയൈ ഇബ്നു അഖ്തബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ സഫിയ റളിയല്ലാഹു തആല അൻഹാന്റെ ഉപ്പ ഹുയൈ. അതേപോലെ ഹുയൈയും തൻ്റെ സഹോദരനും പറഞ്ഞത്, വന്ന നബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകനാണെന്ന് അറിഞ്ഞിട്ടും ഇവർ പറഞ്ഞത് നിലപാട് എന്താണ്? നിലപാട് അദാവത്തുഹു വല്ലാഹി മാ ബഖീതു എന്നാണ്. ജീവിക്കുന്ന കാലം അത്രയും ശത്രുത. ആരോട് ശത്രുത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ 3 യുദ്ധങ്ങൾ, ഒന്ന് ബദർ യുദ്ധം, മറ്റൊന്ന് ഉഹദ് യുദ്ധം, പിന്നെ ഗസ്വത്ത് അൽ ഖന്ദഖ്. ബദർ യുദ്ധത്തോടനുബന്ധിച്ച് ബനു ഖൈനുഖ അവർക്ക് മദീന വിടേണ്ടി വന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ബദറിലേക്ക് പുറപ്പെട്ട സമയം ഇവർ പറയാൻ തുടങ്ങി, ഖലാസ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹമ്മദും കൂട്ടരും അവർ നിഷ്കാസനം ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവർ വിശ്വാസികൾക്കിടയിൽ പ്രയാസങ്ങൾ തീർക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് അസാന്നിധ്യത്തിൽ. പിന്നെ അവരുടെ സൂക്കിനെ ആശ്രയിച്ചായിരുന്നു മുസ്ലിമീങ്ങൾ. ആ സൂക്കിൽ ചെന്നപ്പോൾ വിശ്വാസികളെ ഇവരിങ്ങനെ പ്രയാസപ്പെടുത്തുകയും ചില കുതന്ത്രങ്ങൾ അവർ വിശ്വാസികളെ, സ്ത്രീകളെ വരെ പ്രയോഗിച്ചു. അതുകൊണ്ടാണ് വിജയശ്രീലാളജനായി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ നിന്ന് വന്നിട്ട് ഈ ബനു ഖൈനുഖാനെ എന്ത് ചെയ്തത്? നാട് കടത്തിയത്. പിന്നെ ഉഹദ് യുദ്ധത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീറിനെ നാട് കടത്തി. ബനു നദീറിനെ നാട് കടത്താൻ അവർ 2-3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിയിൽ കൊല്ലാൻ ശ്രമിച്ചു. ഒരു വിഷയത്തിൽ ഈ ബനു നദീർ ഗോത്രക്കാരിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കാൻ വേണ്ടി ചെന്ന സന്ദർഭത്തിൽ അവർ കോട്ടയിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി റസൂലുള്ള പുറത്ത് വെയിറ്റ് ചെയ്യാണ്, അവരുടെ കോട്ടൻ്റെ താഴെ. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോട്ടൻ്റെ താഴെ ഇരിക്കുന്നുണ്ട് എന്നുണ്ട്. അപ്പോൾ കോട്ടയുടെ മുകളിലേക്ക് ഒരു കല്ലുരുട്ടി റസൂലുള്ളാഹിയുടെ തലയിലേക്ക് വീഴ്ത്താൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ശ്രമിച്ചു. പക്ഷേ റസൂൽ അവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. മലക്ക് ജിബ്രീൽ വഹി നൽകിയത് കാരണത്താൽ ഇവർ കല്ലേറ്റി ചെന്നപ്പോൾ അവിടെ ആയില്ല. ഏതായാലും ഇങ്ങനെയുള്ള 2-3 ചെയ്തികൾ അവരിൽ നിന്നുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു നദീറിനെയും മദീനയിൽ നിന്ന് നാട് കടത്തി. അവർ ഖൈബറിലേക്കും ഷാമിലേക്കും പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ശേഷിപ്പിച്ചത് ആരെയാണ്? ഈ ഖുറൈദയെ, ബനു ഖുറൈദ ജൂതഗോത്രത്തെയാണ്. ഹിജ്റയുടെ 5-ൽ, ഇത് ഹിജ്റയുടെ 2-ൽ ഖൈനുഖ, 3-ൽ ബനു നദീർ, 5-ൽ വരെ ആരുണ്ട് ഇവിടെ? ഈ ബനു ഖുറൈദ ഉണ്ട്, മദീനയിലുണ്ട്. ഹിജ്റയുടെ 5-ൻ്റെ ഒടുവരെ ദുൽഖഅദയിലാണല്ലോ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് ഔസ് ഹസ്റജ് ഗോത്രത്തിനിടയിൽ എന്താണ്, അതേപോലെ തന്നെ പിന്നെ അൻസാറുകൾ മുഹാജിറുകൾക്കിടയിൽ മുആഖാത്ത്, സഹോദരി ഉണ്ടാക്കി. മസ്ജിദ് നബവിയുടെ നിർമ്മാണം. പിന്നെ ഈ മുസ്ലിമീങ്ങൾക്കിടയിൽ അതേപോലെ തന്നെ പിന്നെ മുഹാജിർ അൻസാറുകൾക്കിടയിലുള്ള സാഹോദര്യം വളക്കി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത സുപ്രധാനമായ വിഷയം ഈ യഹൂദരുമായിട്ടുള്ള കരാറാണ്. മദീനക്കാർ ഒന്നടങ്കമുള്ള കരാറാണ്. ആ കരാറിൽ അത്രയും കാലം ഉണ്ടായിരുന്ന ഈ പരസ്പരം പോരടിക്കലുണ്ടല്ലോ, അതുണ്ടാകാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ ഉണ്ടായി. അതേപോലെ തന്നെ ഒരു ബാഹ്യ ശത്രു മദീനയിലേക്ക് വന്നാൽ മദീനക്കാർ ഒന്നടങ്കം, വിശ്വാസികളും അവിശ്വാസികളും, ജൂതരും അതേപോലെ തന്നെ മുസ്ലിമീങ്ങളും ഒന്നടങ്കം ആ ബാഹ്യ ശത്രുവിന് എന്ത് ചെയ്യണം? തുരത്തണം. അതിനു വേണ്ടിയിട്ട് ഐക്യപ്പെട്ടിട്ട് പരിശ്രമിക്കണം എന്നുള്ളതായിരുന്നു ഒരു കരാർ. പക്ഷേ ബനു ഖൈനുഖാവും ബനു നദീറും ചതി നടത്തി അവർ പുറത്താക്കപ്പെട്ടു. ശേഷിക്കുന്ന ബനു ഖുറൈദയാണ്. മനസ്സിലേ? ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ, സഖ്യകക്ഷി 10,000 വന്നു. ആ 10,000 വന്ന സമയത്ത് കരാർ പ്രകാരം ഇവർ ഈ നാടിൻ്റെ പൗരന്മാരാണ്, ഇവിടുത്തെ പൗരന്മാരാണ്. പിന്നെ ഈ നാടിൻ്റെ നായകനുമായിട്ട് കരാറിലാണ്. ആ കരാറിൽപ്പെട്ടതാണ് ഒരു ശത്രു വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് നിന്നിട്ട് അതിനെ തുരത്തുക എന്നുള്ളത്. ആ കരാറ് നിൽക്കുകയാണ് ഇവരെന്ത് ചെയ്തത്? യുദ്ധസമയത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കരാറ് ലംഘിക്കുന്നത്, ഉടമ്പടി ലംഘിക്കുന്നത്. അതും ഒരു സാധാ സമയത്തായിരുന്നു ലംഘനമെങ്കിൽ അതിനെ പൊറുപ്പിക്കാൻ പറ്റില്ല. ഇത് ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ ഈ 10,000 വരുന്ന സഖ്യസേന പിന്നെ മദീനയെ വിഴുങ്ങാനെന്നോണം വന്നു നിൽക്കുമ്പോഴാണ് ഇവർ കരാർ ലംഘിക്കുന്നത്. മാത്രമല്ല ഈ ശത്രു മദീനയുടെ ഒരു ഭാഗത്ത് ഒന്നടങ്കം വന്നു നിൽക്കുന്നു. അപ്പോഴാണ് ഇവർ പിന്നിൽ നിന്ന് കുത്താൻ എന്ത് ചെയ്യണത്? ഇവിടെ കരാർ ലംഘിക്കുന്നത്, ബനു ഖുറൈദ കരാർ ലംഘിക്കുന്നത്. അതും ഒരു പുറമേ നിന്നൊരു ശത്രു വന്നിട്ടല്ല ഇത് ലംഘിക്കുന്നത്. പിന്നെ ഉള്ളിൽ അകത്ത് നിന്ന് ഇവരെന്ത് ചെയ്യാണ്? അവർ പാര വെച്ച് കാല് വാരുന്ന അവസ്ഥയാണ് അവരുണ്ടാക്കിയത്. ഇന്നത്തെ
ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നിയമ പാലനത്തിൽ ഇത്തരം ആളുകൾ എന്ത് ചെയ്യും? ഇത്തരം ആളുകൾ എന്ത് ചെയ്യും? ഒരു നാടിനോട്, ആ നാട്ടിലുള്ള ആളുകളോട്, അവിടുത്തെ നിയമവ്യവസ്ഥിതിയോട് ചതി നടത്തി ശത്രുവിന് ഇവർ നബ്സലാസ്ലം മതങ്ങൾക്കുള്ള കരാർ ലംഘിക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെ ഇവരോട് കൂറുകൂടി 20 ഒട്ടകങ്ങൾ പിടിക്കപ്പെട്ടു ഇവരുടേത്. ആ 20 ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന ഭക്ഷ്യസാധനങ്ങൾ ഇവിടെ നിന്ന് കരാർ ലംഘിച്ച് ഇങ്ങോട്ട് അയച്ച ടീമാണ് ആര്? ഇവർ. അതും ഈ സന്ദർഭത്തിൽ. അതെങ്ങനെ ഉണ്ടാവും? അവരുടെ ചതി എത്ര വലുതാണ്! അതുകൊണ്ടാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു അവരുടെ സഖ്യകക്ഷിയിൽപ്പെട്ട ആളായിട്ട് കൂടി, ഔസ് ഗോത്രം ഇവരുടെ സഖ്യകക്ഷിയായിരുന്നു, സഖ്യകക്ഷിയായിട്ട് കൂടി അവരിൽ മുഖാത്തിലത്ത് എന്നാണ് തുഖ്തലു മുഖാത്തിലത്തുഹും, അവരിൽ യോദ്ധാക്കൾ, ആണുങ്ങളിൽ യുദ്ധം നയിക്കാൻ പാകമായവർ അവർ കൊല്ലപ്പെടണമെന്ന് പറഞ്ഞു. അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കാൻ പറഞ്ഞു. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അത് വീതിക്കാനും പറഞ്ഞു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലഖദ് ഹക്കംത ബിഹുക്മില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധിയാണ് നിർവഹിച്ചത് എന്ന് പറയണ്ടായി. കുട്ടികളെ കൊന്നിട്ടില്ല ഒരിക്കലും. ഒരു സ്ത്രീ മാത്രമാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ നിന്ന് ഒരു സ്ത്രീകളെയും കുട്ടികളെയും ജീവിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഹദീസ് നിവേദകന്മാരായി ഇപ്പം മുഹമ്മദുൽ ഖുറദി, അതേപോലെ തന്നെ സാലബ ഇബ്നു അബി മാലിക്, അബു മാലിക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ കഅബ് ബിൻ മാലിക്കിൻ്റെ പേരാണ് അബു മാലിക്. അബു മാലിക്കിൻ്റെ മകൻ സാലബ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയാണ്. ഇമാം മാലിക്കൊക്കെ അദ്ദേഹത്തിന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുവത്തയിലും മറ്റും ഈ സാലബയിൽ നിന്ന്. അവരൊക്കെ ഇതിന് വധിക്കപ്പെട്ടില്ല. അതേപോലെ തന്നെ ഇവരിൽ ഈ ബനൂ ഖുറൈദ ചതി നടത്തി എന്നറിഞ്ഞിട്ട് അവരെ വിട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നബ്സലാസ്ലം മതങ്ങളോട് വന്ന് ചേർന്ന ബനൂ ഖുറൈദക്കാരൻ അവരെ വധിച്ചിട്ടില്ല. ഇവർ ചതി നടത്തി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരിൽപ്പെട്ടവരെന്ത് ചെയ്തു? നബ്സലാസ്ലം മതങ്ങളുടെ ആളുകൾ അടുക്കൽ പോയിട്ടുണ്ട്. അവർ വധിക്കപ്പെട്ടിട്ടില്ല. വധിക്കപ്പെട്ടത് ഇവരിൽ മുഖാത്തിലത്തായ ആളുകൾ മാത്രമാണ്. ഈ വിഷയം സഖ്യസേന ഇവിടെ വന്നു. അതിൽ നമ്മൾ പറഞ്ഞു അത്ര ഭീകരമായിരുന്നു. 2 ടീമായിട്ട് അവർ വന്നു. ഗത്ഫാനികൾ, അതേപോലെ തന്നെ കുറേശികളോടൊപ്പം ഉള്ള ഉപഗോത്രങ്ങൾ നമ്മൾ അവരെക്കുറിച്ച് പറഞ്ഞില്ലേ. ഒരു ടീം റൂമയിൽ മജ്മഉൽ അസിയാൽ അല്ലെങ്കിൽ മുജ്തമഉൽ അസിയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. മറ്റൊരു ടീം ഉഹദ് പർവ്വതത്തിൻ്റെ ഒരു സൈഡിൽ നഖ്മ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ വന്നിറങ്ങി. പിന്നെ അവർ ഒന്നിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ വരികയാണ്. ഒരു ഭീകരമായ അവസ്ഥയായിരുന്നു അന്ന് മദീനയിൽ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളതൊക്കെ വിശദീകരിച്ച് പോയതാണ് ഇവിടെ. അപ്പോഴാണ് ഇവരെന്ത് ചെയ്യണത്? കരാർ ലംഘിക്കുന്നത്. അതിൻ്റെ കാരണം ഈ നദീർ ഗോത്രത്തിൻ്റെ നേതാവ് ഹുയയ്യാണ്. നമ്മൾ പറഞ്ഞു സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ഉപ്പ ഹുയയ് ഇബ്നു അഖ്തബ് അന്നവരി ഇവരുടെ നേതാവ്. ഈ ഹുയയ് ഇബ്നു അഖ്തബ് ഇയാളാണ് ഈ സഖ്യസേനയെ ഒരുമിച്ച് കൂട്ടിയത്. ഖുറൈശികളുടെ അടുക്കൽ ചെന്ന്, ഗത്ഫാനികളുടെ അടുക്കൽ ചെന്ന്, പിന്നെ ഇതര അറേബ്യൻ ഗോത്രങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് അവർക്ക് മുഴുവൻ ഹൈബറിൽ വിളയുന്ന ഇതുണ്ടല്ലോ കാർഷികോൽപ്പന്നങ്ങൾ, അത് വാഗ്ദാനം ചെയ്താണ് ഇവരെ സംഘടിപ്പിച്ച ഈ 10,000. അതിനെ സംഘടിപ്പിച്ചതിൽ എൻ്റെ തലാറ ഈ ഹുയയ്യാണ്. ഇവൻ എന്ത് ചെയ്തു? ഇവരെ സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നല്ലോ. അതിന് ശേഷം ഇവിടെ വന്നു, ബനൂ ഖുറൈദയിൽ വന്നു. എന്നിട്ട് ബനൂ ഖുറൈദയിൽ വന്നിട്ട് ഇവന് വരുന്നത് കണ്ട മാത്രയിൽ തന്നെ ഈ ബനൂ ഖുറൈദക്കാരുടെ നേതാവാണ് കഅബ് ബിൻ അസദ്. ഈ കഅബ് ബിൻ അസദ് ശരിക്ക് അയാൾ അസലി യഹൂദനല്ല. കഅബ് ബിൻ അസദ് അൽ കിന്ദിയാണ്. പക്ഷേ അന്ന് യമനിൽ ജൂതമതമുണ്ട്. അയാൾ യഹൂദമതം സ്വീകരിച്ച് പിന്നെ അയാൾ യസ്രിബിൽ വന്ന് ഈ ബനൂ ഖുറൈദയിൽ നിന്ന് കല്യാണം കഴിച്ച പെണ്ണാരായിരുന്നു? ജൂത പെണ്ണായിരുന്നു. പക്ഷേ ഇവരെന്ത് ചെയ്തു? കഅബ് ബിൻ അസദിനെ ഈ ബനൂ ഖുറൈദ അവരുടെ നേതാവാക്കി. ബനൂ ഖുറൈദയുടെ നേതാവ് കഅബ് ബിൻ അസദ് ആയിരിക്കുകയാണ് ഹുയയ് ഇബ്നു അഖ്തബ് വരുന്നത്. സഖ്യസേനയെ ഒരുക്കി കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഇവിടെ വരികയാണ്. ഇയാളെ കണ്ട മാത്രയിൽ കഅബ് ബിൻ അസദ് കോട്ടൻ്റെ വാതിലടച്ച്
കോട്ടൻ്റെ വാതിൽ അടിച്ച് ഇങ്ങോട്ട് കയറണ്ടാന്നിട്ട്. ഇന്നക റജുലും മഷ്ഊം, നീ ഒരു ശകുനമാണ്. ഇയാൾ പറയാണ് ആരോട്? ഇയാളോട്, നീ ഒരു ശകുനാണ്, നിൻ്റെ ജനതക്കോ നീ ശകുനമായി. അതുകൊണ്ടാണ് ഇവിടുന്ന് കെട്ടിയത്. ഓൻ ശകുനായതുകൊണ്ട്. ബനു നദീർ കെട്ടിട്ടാൻ കാരണം ഇവനാണ്. നിൻ്റെ ജനത ബനു നദീറിനോ നീ ശകുനായി, നീ ഞങ്ങൾക്ക് ശകുനാകല്ലേ എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്ത് കോട്ടൻ്റെ വാതിൽ അടച്ചത്. പക്ഷേ ഈ ഹുഹൈയ് ഇബ്നു അഖ്തബ് ഭയങ്കര കുതന്ത്രം, അതേപോലെ തന്നെ കുബുദ്ധി. അയാൾ എന്ത് ചെയ്തു? അവിടെ തന്നെ ഇരുന്ന്, ആ കോട്ടൻ്റെ മരത്തന്നെ അവിടെ ഇരുന്ന്. എന്നിട്ട് പറയാൻ, യാ കഅബ് ഇന്നി ജിഅ്തുക ബിഇസ്സി ദഹർ വൽ ബഹരി ത്താം വബി ഖുറൈശ് ബിഖാദതിഹ വസാദതിഹ. ഇവൻ പറയാണ്, കഅബ്, ഞാൻ നിങ്ങൾക്ക് ഇസ്സുദ്ദഹറായിട്ടാണ് വന്നത്. ഇസ്സുദ്ദഹർ എന്ന് പറഞ്ഞാൽ കാലം മുഴുവൻ നിങ്ങൾക്ക് ഇസ്സത്തിൽ കഴിയാം, അങ്ങനത്തെ ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നത്. വൽ ബഹരി ത്താം, ബഹരി ത്താം എന്ന് പറഞ്ഞെങ്കിൽ മഹാസാഗരമായിട്ടാണ് ഞാൻ വന്നത്. പറയുന്നത് ഈ സഖ്യകക്ഷിയെക്കുറിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഖുറൈശികളെയും കൊണ്ടാണ് വന്നത്. ബി ഖുറൈശിൻ മാ ഖാദത്തിഹ വസാദത്തിഹ, ഖുറൈശികളുടെ എല്ലാ നേതാക്കന്മാരും ഉൾപ്പെടെ മുഴുവൻ ഖുറൈശികളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ഇവൻ അടച്ച വാതിലിൻ്റെ മുന്നിലിരുന്നിട്ട് ഇയാൾ പറയാൻ തുടങ്ങി, ഹുഹൈയ് പറയാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കേൾക്കുകയാണ് ഈ ഇയാൾ, ബൽ ജീത ബിഷുമിദ്ദഹർ, നീ കൊണ്ടുവന്നത് ഇസ്സുദ്ദഹർ അല്ല, ഞങ്ങൾക്ക് കാലം മുഴുവൻ അപമാനിതരായി കഴിയാനുള്ള കാര്യമാണെന്നൊക്കെ ഇയാൾ പറഞ്ഞിട്ട് കഅബ് പറയാണ്, ഞാൻ ഖദ് അഹദു മുഹമ്മദൻ ബി അഹദിൻ, മുഹമ്മദുമായിട്ട് ഞാനൊരു കരാറിലാണ്, ഒരു ഉടമ്പടിയിലാണ്. മാ വജത്തു മിൻഹു ഇല്ലൽ വഫാ വസ്സിദ്ഖ്, മുഹമ്മദിൽ നിന്ന് ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാവും സിദ്ഖ് അല്ലാതെ ഒന്നും അനുഭവിച്ചില്ല. വഫാ എന്ന് പറഞ്ഞാൽ കരാർ പാലനം, സിദ്ഖ് പറഞ്ഞാൽ സത്യസന്ധത. അങ്ങനെയുള്ളൊരു മുഹമ്മദിനോട് ഞാൻ കരാർ ലംഘിക്കണമെന്നാണ് നീ പറയുന്നത്? ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, അത് വേണ്ട എന്ന് ഈ കഅബ് തീർത്ത് പറഞ്ഞു. പക്ഷേ ഇവൻ വീണ്ടും ജീത്തുക ബിഇസ്സി ദഹർ വൽ ബഹരി ത്താം വബി ഖുറൈശിൻ മാ ഖാദതിഹ വസാദതിഹ എന്നൊക്കെ പറഞ്ഞ് ഇവന് ഈ സഖ്യസേനയുടെ ഗുണഗണങ്ങൾ ഇങ്ങനെ എണ്ണാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഇവന് വീണ്ടും പ്രതീക്ഷ വന്നു എന്താ, ഈ സഖ്യസേന ഒന്നായിട്ട് മദീന വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരോട് കൂടിയിട്ടില്ലെങ്കിൽ ഒറ്റപ്പെടൂലേ. അതുകൊണ്ട് തന്നെ വാതിൽ തുറന്ന് കരാർ ലംഘിച്ചിട്ട് ആ വാർത്ത പരത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും എവിടെയുള്ളത്? ഈ മലയുടെ അപ്പുറത്താണുള്ളത്. മദീനത്ത് മസ്ജിദ് അവിടെയുള്ള സ്ത്രീകളെ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു കോട്ട ഉണ്ടായിരുന്നു. മദീന അന്ന് നല്ല കോട്ടകളാണ്. 59 കോട്ടകൾ ജൂതർക്കുണ്ടായിരുന്നു. അൻസാരികൾക്ക് 16 കോട്ടകളുണ്ടായിരുന്നു. മതിലൊക്കെ ഭദ്രമാക്കി ശക്തമായ കോട്ടകളുണ്ടായിരുന്നു. അതാണ് ഉത്തുമ്, ഖൽആത്ത്, ഹിസ്ന് എന്നൊക്കെ പേരിൽ നമ്മൾ മദീനയുടെ ചരിത്രത്തിൽ വായിക്കുന്ന സ്ഥാപനങ്ങൾ. ഏതായാലും അതിൽ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കോട്ടയിലായിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും പാർപ്പിച്ചിരുന്നതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്ത പരത്തി. ഇവർ കരാറ് ഞാൻ മുഹമ്മദിനോടുള്ളത് ലംഘിച്ചിരിക്കുന്നു. ഖലാസ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാർത്ത കേൾക്കുമ്പോൾ എന്താണെന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അവസ്ഥ? ഇനി പിന്നിൽ നിന്ന് എപ്പോഴും ഒരു അടി പ്രതീക്ഷിക്കാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കാണ്, ഇത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും അന്നൊന്നും മദീനയിൽ ഇറങ്ങി നടക്കൂല, കാരണം അത്ര അവസ്ഥ ഭയാനകമാണ്. ഇവർ ലംഘിച്ചതോട് കൂടിയിട്ട് ഇനി ആരും മദീനത്ത് പുറത്തിറങ്ങാൻ കഴിയൂല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈറിനെ അയച്ചു റളിയല്ലാഹു തആല അൻഹു, പോയി നോക്കാൻ പറഞ്ഞു. പോയി നോക്കുമ്പോൾ റസൂൽ പറയാണ്, അവർ എല്ലാത്തിനും റെഡിയായി ഒരുങ്ങുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് സുബൈർ റളിയല്ലാഹു അൻഹു വിവരം കൊടുത്തു. 2-3 തവണ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹുവിൻ്റെ കോട്ടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെയും കുട്ടികളും പാർപ്പിച്ചല്ലോ. അതിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈറും ഉമർ ബിൻ അബി സലമയും അവർ ആണ് ഇവർക്ക് വേണ്ട സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന 2 ആളുകൾ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പറയുന്നുണ്ട്, ചിലപ്പം ഞാനിങ്ങനെ കുമ്പിട്ടെന്ന് നോക്കും. അപ്പോൾ ഉമർ ബിൻ സലമ ഒരു കുട്ടികളാണ്, എൻ്റെ പുറത്ത് കയറിയിട്ട് നോക്കും, പുറം കാഴ്ച. ചിലപ്പോൾ അവൻ കുമ്പിട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കയറി നോക്കും. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ 2-3 തവണ എൻ്റെ വാപ്പ സുബൈർ ബിൻ അവ അങ്ങനെ പോകണത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുന്നത്, വാപ്പ ഞാനിങ്ങനെ ഉമർ ബിൻ സലമൻ്റെ അബി സലമൻ്റെ പുറത്ത് കയറിയിട്ട് നോക്കുമ്പോൾ നിങ്ങൾ 2-3 തവണ അങ്ങോട്ട് പോകണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, എന്തിനായിരുന്നു ചോദിച്ചപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവർ കരാർ ലംഘിച്ചപ്പോൾ അതിൻ്റെ വിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിട്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ആ വാർത്ത കൊണ്ടുവന്ന്, അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടതില്ല, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഹവാരി,
ഹവാരി സുബൈർ ബിൻ അവാമിൻ വന്നത് എല്ലാ നബി എന്നെ കുല്ലി നബിയിൻ ഹവാരി, എല്ലാ നബിമാർക്കും ഹവാരികളുണ്ട്, അപ്പോസ്തലന്മാർ. എൻ്റെ അപ്പോസ്തലൻ അത് സുബൈർ ബിൻ അവാമാണ് എന്ന് പറയുന്നതൊക്കെ ഈ സന്ദർഭത്തിലാണ്. ഇവർ ഈ കരാറിൽ ലംഘിച്ചപ്പോൾ റസൂൽ അത് വിവരം തിരക്കാൻ വേണ്ടിയിട്ട് വിട്ട സന്ദർഭത്തിലാണ്. സുബൈർ ബിൻ അവാം അതിന് വിവരം കൊടുത്തപ്പോൾ റസൂൽ 4 ആളെ നിയോഗിച്ചു. ഒന്ന് സഅദ് ബിൻ മുആദ്, പിന്നെ സഅദ് ബിൻ ഉബാദ, പിന്നെ അബ്ദുല്ലാഹി ബിൻ റവാഹ, ഖവാത്ത് ഇബിൻ ജുബൈർ. ഈ 4 ആളുകളെ നിയോഗിക്കാൻ, ഇവരോട് പോയിട്ട് വിവരം തിരക്കാൻ, കരാർ ലംഘിച്ചു എന്നുള്ളത് ഉറപ്പാണോ, നിങ്ങൾ ലംഘിച്ചതിലാണോ എന്നുള്ളത്. അങ്ങനെ ഈ 4 പേര് ചെന്ന് ചോദിക്കുമ്പോൾ അവർ നിസ്ലാസന്മാരോടുള്ള കരാർ ലംഘിച്ച് പിന്നെ അവരതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അത് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ പോയിട്ട് അവരോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ഇൽഹനൂലി ലഹനൻ എന്നാണ്. ഇൽഹനൂലി ലഹനൻ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അവർ ലംഘിച്ചു എന്ന് ഇവിടെ ജനസമക്ഷം വന്നിട്ട് പറയാൻ പാടില്ല. പിന്നെയോ ഇൽഹനൂലി ലഹനൻ, നിങ്ങൾ എനിക്കൊരു സൂചന മാത്രം തന്നാൽ മതി. എന്തിനാ പറഞ്ഞത്? ജനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ മനുഷ്യരല്ലേ, ഇതോ അവർക്ക് താങ്ങാനാകാത്തൊരു ഭീതിയാണ്. ഇനി ഇവർ ലംഘിച്ചു എന്നുള്ള വാർത്തയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസികൾ എന്താവും? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ 4 പേരോട് പറഞ്ഞ് നിങ്ങളവിടെ പോയി അന്വേഷിച്ചിട്ട് ഇവിടെ വന്നിട്ട് അവർ ലംഘിച്ചു എന്ന് ഉറക്കനെ പറയരുത്, നിങ്ങൾ എനിക്കൊരു സൂചന തന്നാൽ മതി. അതുകൊണ്ടാണ് സഅദ് ബിൻ ഉബാദയും സഅദ് ബിൻ മുആദും അബ്ദുല്ലാഹി ബിൻ റവാഹയും പിന്നെ ഈ ഖവാത്ത് ബിൻ ജുബൈറും റളിയല്ലാഹു അൻഹുൽ ജമീ അവർ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയുന്നത് എന്താ അറിയാം? യാ റസൂലല്ലാഹ് അദ്ലുൻ വൽ ഖാറ. ഇതാണ് പറഞ്ഞത്. യഹൂദർ ഒരു കുറേത് ലംഘിച്ചു എന്നല്ല, പിന്നെയോ അദ്ലുൻ വൽ ഖാറ എന്നാണ് പറഞ്ഞത് റസൂലുള്ളാഹിനോട് വന്നിട്ട്. എന്ന് പറഞ്ഞാൽ എന്താ? അദ്ല് വൽ ഖാറ എന്ന് പറഞ്ഞ 2 ഗോത്രങ്ങൾ, അവരാണ് കുറച്ച് വിശ്വാസികളെ കൊണ്ടുപോയിട്ട് റജീ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് വഞ്ചിച്ചു വന്നത്. അപ്പോൾ റസൂൽ അത് മനസ്സിലാക്കാൻ ഈ ബനൂ ഖുറൈദ അദ്ലും വൽ ഖാറ ചെയ്ത പണിയാണ് ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കാൻ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഇൽഹനൂലി ലഹനൻ എന്ന് പറഞ്ഞത് ഈ പ്രയോഗം നടത്തി. അതിലും ഖാറ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറപ്പായി ഇവർ ഈ ഒരു കൊടിയ ചതി നടത്തി അവർ കരാർ ലംഘിച്ചു എന്നുള്ള വിഷയം. ആ ലംഘനത്തിൻ്റെ വാർത്ത ഇവരെത്തിച്ച ആ സമയം, അതാണ് നമ്മൾ ഇവിടെ പഠിച്ചു പോയ ആയത്ത്. ഏത്? വഇദ് സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതദുന്നൂന ബില്ലാഹി ദുന്നൂന എന്നൊക്കെ പറഞ്ഞില്ലേ? ദൃഷ്ടി തെറ്റി, ഖൽബ് അതിൻ്റെ സ്ഥാനം തെറ്റി, കഴുത്തിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? ആ ഒരു ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദ, കഠിനമായി ഉറപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ അവസ്ഥ സംജാതമായത് ഈ ഒരു സമയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഖ്യകക്ഷികളിൽ നിന്ന് പിന്നെ ഗത്ഫാനികളുടെ 2 നേതാക്കളെ വിളിച്ചു. ഉയൈന ബിൻ ഹിസൻ, അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി, ഇവർ 2 ആളെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹി ഈ സഖ്യകക്ഷികളിൽ നിന്ന് അങ്ങനെ ഇവർ 2 കൂട്ടരും വേറെ വേറെ നിൽക്കുന്നത്. ഖുറൈശികൾ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ വേറെ, ഈ ഉയൈന ഇബ്നു ഹിസിൻ്റെ നേതൃത്വത്തിൽ ഗത്ഫാനികൾ വേറെ, ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 പേരെ വിളിച്ചിട്ട് അവർ കരാർ ചെയ്തു. എന്താ കരാർ ചെയ്തു? നോക്കണം. ഈ മദീനയുടെ പേടി അന്ന് എത്രയായിരുന്നു എന്നുള്ളത് അറിയാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗം ഇവരെ വിളിച്ചിട്ട് ഈ മദീനയിൽ വിളയുന്ന ഈത്തപ്പഴത്തിൻ്റെ 1/3 വർഷാവർഷം ആർക്ക് കൊടുക്കുക? ഗത്ഫാനികൾക്ക് കൊടുക്കുക. അവരെന്ത് ചെയ്യുകയാണെങ്കിൽ, അവർ പിന്മാറുകയാണെങ്കിൽ ഇവിടെ വിളയുന്ന ഈത്തപ്പഴത്തിൻ്റെ 1/3, അതൊരു അസംഖ്യം എണ്ണയാണ്, കൊടുക്കാമെന്ന് പറയണത്. അതിനകത്ത് എഴുതി. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാസ്സാക്കിയിട്ടില്ല. പിന്നെ അതിന് ബെഡ് ചോദിക്കണ്ടേ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? സഅദ്മാരെ വിളിച്ചു. സഅദ് ബിൻ മുആദിനെയും സഅദ് ബിൻ ഉബാദയെയും വിളിച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, ഞാനിങ്ങനെ ഈ ഗത്ഫാൻ നേതാക്കളോട് മദീനയിൽ വിളയുന്ന, അപ്പോൾ ആ 1/3 എന്ന് പറഞ്ഞ പേര് സമ്മതിച്ചില്ല. ഇവർ പറഞ്ഞില്ല, പകുതികാരൊക്കെ 1/3 പകുതികാരൊക്കെ വർഷം തരികയാണ് എങ്കിൽ ഞങ്ങൾ പിന്മാറാം എന്നിവർ പറയണം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴാണ് ഇവരോട് ചോദിക്കുന്നത്, സഅദ് ബിൻ മുആദിനോടും സഅദ് ബിൻ ഉബാദയോടും പിന്നെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്, നമ്മൾ കരാർ ചെയ്താലോ എന്ന് പറയണം. സഅദ് ബിൻ ഉബാദ സഅദ് ബിൻ മുആദും പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, റസൂലെ നിങ്ങളുടെ ഇഷ്ടമാണോ അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ? നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തേക്കാൾ വലിയൊരു ഇഷ്ടം ഞങ്ങൾക്കില്ല. അള്ളാഹിൻ്റെ കൽപ്പനയാണെങ്കിൽ ആ കൽപ്പനയെ ലംഘിച്ച് ഒരു തീരുമാനം ഞങ്ങൾക്കില്ല.
പിന്നെ എന്തിനാണ് നിങ്ങളിത് ചെയ്ത്? അപ്പോൾ റസൂൽ പറഞ്ഞത് അത് രണ്ടുമല്ല, എൻ്റെ ഇഷ്ടവുമല്ല അള്ളാൻ്റെ കൽപ്പനയല്ല. അപ്പം പിന്നെ എന്തിനാണിത്? ആ പറഞ്ഞത് പിന്നെ ഖുറൈശികൾ അൻ ഖൗസിൻ വാഹിദ്, അറബികൾ, ഖുറൈശികളല്ല അറബികൾ, അറബിൻ ഉപദ്വീപിൽ അറബികൾ ഒന്നടങ്കം നിങ്ങൾക്ക് നേരെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാനും നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു കരാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സഅദ് ബിൻ മുആദ് പറഞ്ഞു, ഇസ്ലാമിൽ ഞങ്ങൾ ശിർക്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിരിക്കെ, അള്ളാഹിനെ നേരാമണ്ണം അറിയാത്തവരായിരിക്കെ ഈ അറബികൾ ഇവിടുന്ന് ഒരു കാരക്ക കൊതിച്ചിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്ലാം കൊണ്ട് ഞങ്ങൾ ആദരിച്ചതിന് ശേഷം ഇതിൻ്റെ പേരിൽ അവർക്കൊരു കാരക്ക കൊടുക്കുന്ന ഒരു വിഷയമല്ല. ഞങ്ങൾ ലാ നുഅ്തിഹിം ഇല്ല സൈഫ്, ഇവർക്ക് ഞങ്ങൾ കൊടുക്കുന്നത് സൈഫ്, വാളാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? ആ എഴുതിയത് സഅദ് റളിയല്ലാഹു അൻഹു മായ്ച്ചു എന്നാണ്. മായ്ച്ചിട്ട് ഇവരെ ഗത്ഫാനികൾ വിട്ടു. മനസ്സിലായി? ഞാനത് പറഞ്ഞത് നിസ്സാസനം മാത്രങ്ങൾ എത്ര പ്രയാസത്തിലായിരുന്നു ഈ ഒരു ലംഘനത്തിൻ്റെ പേരിൽ എന്നുള്ളത് മനസ്സിലാക്കാനാണ്. 4 നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമയം തെറ്റി. അസർ നിസ്കാരം, അതേപോലെ തന്നെ ബുഹുർ, അസർ, മഗ്രിബ്, ഇശ നിസ്കാരങ്ങൾ സമയം തെറ്റി എന്ന് പറഞ്ഞു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറ കമാ ശഗലൂനാ അനി സ്വലാത്തിൽ വുസ്താ എന്നൊക്കെ പറഞ്ഞില്ലേ? അവരുടെ വീടുകളും കബറുകളും അല്ലാഹ് തീയാൽ നിറക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് അതിനെ തുടർന്നാണ്. കാരണം നിസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഉമർ പറയാൻ ഞാൻ നിസ്കരിച്ചിട്ടില്ല, റസൂൽ പറയാൻ ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയാം. അത്രമേൽ ഒരവസ്ഥയായിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായത്. ഇവർ ഈ കരാർ ലംഘിച്ചൊരു കാരണത്താൽ അത്ര ഒരു ഭീകരമായ അവസ്ഥ മദീനയിലുണ്ടായി. കിടങ്ങിൻ്റെ ഈ യുദ്ധ സാഹചര്യം ഉണ്ടല്ലോ, അതിൻ്റെ പൊടി അടങ്ങിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെ കൊണ്ട് വീട്ടിലേക്ക് വന്നു, മദീനയിലേക്ക് വന്നു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, ആ വല്ലാത്തു മുസ്സിലാഹ്, നിങ്ങളൊക്കെ ആയുധം വെച്ചോ? എന്നാൽ മലക്കുകൾ ആയുധം വെച്ചിട്ടില്ല. ഇൻതലിക്കു, ജിബ്രീൽ പറയണേ ഇൻതലിക്കു, പോകാൻ പറയണേ. അപ്പോൾ റസൂൽ പറയുന്നത് ഇല ഐൻ, എവിടേക്ക് പോണ്? അപ്പോൾ ജിബ്രീൽ പറയാണ് ഇല ബനു ഖുറൈദ. ഇത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരുടെ നേരെ പോയി, ബനു ഖുറൈദയിലേക്ക് പോയി. 3000 ആളുകളായിട്ടാണ് പോയത്. അതിൽ 36 കുതിരപ്പടയാളികൾ ഉണ്ടായിരുന്നു. 25 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ ഉപരോധിച്ചു. 25 ദിവസം ഇവരെന്ത് ചെയ്തു? വേഗം അവരുടെ കോട്ടകളിലേക്ക് ഉൾവലിഞ്ഞ് കാബിനു അസദും കൂട്ടരും നേതാവും അനുയായികളും എല്ലാവരും ആ ഉപരോധം തുടർന്നപ്പോൾ ഈ നേതാവ് ആളുകളോട് പറയാണ്, അവർക്ക് മനസ്സിലായി ഹലാസ് കഴിഞ്ഞു, ഇനി തങ്ങളില്ല എന്നുള്ളത് അവർക്ക് വായിക്കേണ്ടി വന്നു. ഇയാൾ പറയാണ്, കോട്ടക്കുള്ളിൽ നിന്ന് അയാളെ ഖുറൈദക്കാരോട് പറയാണ്, ഇനി ആരുന്തുൻ അമാമക്കും സലാസ ഖിലാൽ, 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, അതിലിഷ്ടമുള്ളത് നിങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ട് നേതാവ് പറയാണ് 3 കാര്യങ്ങൾ. എന്താ? ഒന്ന് നമ്മൾ എല്ലാവരും ആണും പെണ്ണും ആബാലവൃതം മുഹമ്മദിൻ്റെ അടുക്കലേക്ക് ഇറങ്ങുക, കോട്ടയിൽ നിന്ന് ഇറങ്ങുക. എന്നിട്ട് നുസദ്ദിഖുഹു വനത്തബിഉഹു, നമ്മളെല്ലാവരും മുഹമ്മദിനെ സത്യപ്പെടുത്തുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്യാം. എന്നിട്ട് പറയാണ് ആളുകളോട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അത് സത്യപ്രവാചകനാണെന്ന്, മുഹമ്മദ് സത്യപ്രവാചകനാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, നമ്മൾ പ്രതീക്ഷിച്ച് കഴിയുന്ന പ്രവാചകനാണ് വന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങിപ്പോയിട്ട് സത്യപ്പെടുത്താം, അദ്ദേഹത്തെ പിന്തുടരാം എന്ന് പറയാം. അത് നേതാവ് കോട്ടയിൽ നിന്ന് അവിടെയുള്ള സ്ത്രീകളോടും കുട്ടികളോടും പുരുഷാരത്തോടും. അപ്പോൾ അവർ പറയുന്നു, വല്ലാഹി ലാ നത്റുകു ഹുക്മ തൗറാത്ത്, അള്ളാഹുവാനെ തൗറാത്തിൻ്റെ ഹുക്മ ഞങ്ങൾ ഒരിക്കലും ഒഴിവാക്കില്ല, തൗറാത്ത് വിട്ടുള്ള കളി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് റെഡിയല്ല എങ്കിൽ അടുത്ത തീരുമാനം അതെന്താ? അത് പുരുഷന്മാരോടാണ്. അയാൾ പറഞ്ഞത്, നമ്മുടെ സ്ത്രീകളെയും നമുക്ക് ഈ കോട്ടയിൽ കൊന്നിടാം, കുട്ടികളെയും കൊല്ലാം, എല്ലാ സ്ത്രീകളെയും കൊല്ലാം, കുട്ടികളെയും കൊല്ലാം. എന്നിട്ട് എല്ലാവരും വാളെടുത്തിട്ട് ഇനി യുദ്ധത്തിനിറങ്ങി ആരോട്? ഉപരോധിക്കുന്ന മുഹമ്മദിനോട് കൂട്ടരോട്. നമ്മൾ തോൽപ്പിക്കപ്പെടുകയാണ് എങ്കിൽ നമ്മളുടെ ഭാര്യമാരുടെയും കുട്ടികളുടെയും വിഷയത്തിൽ നമുക്ക് പേടിക്കേണ്ട. കാരണം എന്താ? നമ്മൾ തന്നെ അവരെ അർത്ഥിട്ടിട്ടുണ്ട്. അതല്ല, നമ്മൾ ജയിക്കുകയാണ് എങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും നമുക്ക് കിട്ടാനിരിക്കുന്നു അല്ലേ? യുദ്ധം ജയിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടൂലേ, ബന്ദികളായിട്ട് കിട്ടൂലേ എന്ന് പറഞ്ഞു. അത് ഇവർ സമ്മതിക്കുക. അവർ പറഞ്ഞ്
ഭാര്യമാരെയും കുട്ടികളെയും കൊന്നിട്ടിട്ട് പിന്നെ അതിന് ശേഷം ദുരിതമല്ലാതെ എന്താ ഈ നിരപരാധികളെ കൊന്നിട്ടിട്ട് എന്ന് പറഞ്ഞാൽ അവർ ത്യാബിനോട് അതും തള്ളി. അപ്പോൾ അദ്ദേഹം മൂന്നാമത്തെ എന്താ പറഞ്ഞത്, നമ്മൾ സബത്തിൻ്റെ ആളുകളാണ്. സബത്ത് പറഞ്ഞാൽ സാബത്ത് നാൾ, സബത്തിൻ്റെ ആളുകളാണ് എന്ന നിലയ്ക്ക് അന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് മുഹമ്മദ് നമ്മുടെ വിഷയത്തിൽ വഞ്ചിതനാണ്. കാരണം എന്താ, ഇന്ന് മുഹമ്മദ് നമ്മളെ ആക്രമിക്കണില്ല. കാരണം നമ്മുടെ സബത്തിൻ്റെ നാളാണ് എന്ന നിലക്കാണ് ഇന്ന് മുഹമ്മദ് നമ്മളെ അതിക്രമിച്ച് കയറാത്തത്. അതുകൊണ്ട് ഈ സബത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുഹമ്മദിൻ്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലാം. എന്നിട്ട് മുഹമ്മദിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹിറ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചതിയിൽപ്പെടുത്താം, മുഹമ്മദിനെ ചതിയിൽപ്പെടുത്താം. ഇന്ന് സബത്താണ്, ഞങ്ങൾക്ക് ഇന്ന് ആയുധെടുക്കാൻ പാടുള്ളതല്ല, നമുക്കിന്ന് പണിയൊന്നും പാടുള്ളതല്ല, ഞങ്ങളിന്ന് പിന്നെ ഒരു അധ്വാനമോ ശ്രമമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല കുട്ടികളായിട്ട് ചെല്ലാം, മുഹമ്മദിൻ്റെ അടുക്കലേക്ക് ചെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പണിയെടുക്കാമെന്നാണ്, നിസ്സാശ്രമങ്ങളെ കൊല്ലാന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴും നേതാവിൻ്റെ അനുയായികളല്ല, അവർ പറയാണ് വല്ലാഹി ലാ നുഫ്സിദു സബ്തന, വല്ലാഹി ലാ നുഫ്സിദു സബ്തന, ഇത് ഞങ്ങളുടെ സാബത്ത് നാളാണ്, ഇതിന് ഞങ്ങൾ ഒരിക്കലും അലങ്കോലപ്പെടുത്തില്ല എന്ന് അവർ പറഞ്ഞ് ഈ 3 കാര്യങ്ങൾ പറഞ്ഞതും അവർ തള്ളി. ഇദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളും അവർ തള്ളി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപരോധം മുറുക്കി 25 ദിവസം ഉപരോധം തുടർന്നു. അവസാനം അവർ നിർബന്ധിതരായി. എന്തിന് നിർബന്ധിതരായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുക്കുമുണ്ടല്ലോ, വിധി, അതെന്താണോ അത് ഞങ്ങളെ ഏൽക്കാം എന്ന് പറഞ്ഞിട്ട് അവർ അതിന് സമ്മതമായി. എന്താണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വിഷയത്തിൽ തീരുമാനിക്കുന്നത് അത് ഞങ്ങൾ ഏൽക്കാൻ തയ്യാറാണ് എന്ന് അവർ പറഞ്ഞു സമ്മതിച്ചു. അപ്പോൾ എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുക്കുമ് എന്നവർ അറിയില്ല. അപ്പോഴാണ് അബൂ ലുബാബ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അബൂ ലുബാബ അദ്ദേഹം ഔസ് ഗോത്രക്കാരനാണ്, അബൂ ലുബാബ അൽ അൻസാരി അൽ ഔസി, അദ്ദേഹം ഇവരായിട്ട് സന്ധിക്കുന്നത്. ഇവർ ചോദിക്കാൻ എന്തായിരിക്കും മുഹമ്മദ് ഞങ്ങളിൽ വിധിക്കുകയാണെങ്കിലും വിധിക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും അവരെ അറിയിക്കാൻ പാടില്ല. പക്ഷേ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ വിഷയത്തിൽ ഹുക്കം ഇതായിരിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആകെ ജാള്യതയായി. അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുക്കം വന്നിട്ടില്ലായിരുന്നു, അത് ഇതായിരിക്കുമെന്ന് അദ്ദേഹം അവരെ അറിയിച്ചത് കാരണത്താൽ അദ്ദേഹത്തിന് വലിയ പ്രയാസമായി. താൻ ചെയ്തത് വലിയൊരു അപരാധവും അതിൽ ചതിയുമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ അബൂ ലുബാബ ചെന്നിട്ട് എന്ത് ചെയ്യുന്നത്, മസ്ജിദ് നബവിയിൽ ഒരു തൂണിൽ തന്നെ കെട്ടിയിരുന്നത്. അദ്ദേഹം സ്വയം പോയിട്ട് മസ്ജിദ് നബവിയിൽ തന്നെ കെട്ടിയിട്ട്, എന്നിട്ട് ഞാൻ ഈ ചെയ്ത അപരാധത്തിന് അള്ളാഹു എൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചു എന്നുള്ള വഹി ഇറങ്ങുന്നത് വരെ ഞാനിത് അഴിക്കൂല എന്നിട്ട് അദ്ദേഹം തൂണിൽ മസ്ജിദ് നബവിയിൽ കഴിഞ്ഞു. ഇതെല്ലാം അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. പിന്നെ സ്വഹാസ്ലം മതങ്ങൾ വന്നിട്ടാണ് അദ്ദേഹം തന്നെ കെട്ടിയിട്ടത് അയച്ച് അദ്ദേഹത്തിന് വിടുന്നത്, അബൂ ലുബാബ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുക്മ അവർ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ഈ ഖുറൈദക്കാരുമായി സഖ്യത്തിലുള്ള ഔസ് ഗോത്രത്തിൻ്റെ നേതാവ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ അവർക്ക് വേണ്ടിയിട്ട് വിധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏർപ്പാടാക്കി. ആരെ? സഅദ് ബിൻ മുആദിനെ ഏർപ്പാടാക്കി. സഅദ് ബിൻ മുആദിനെ ഏർപ്പാടാക്കി ഇവർക്ക് ഇഷ്ടമായി. കാരണം എന്താ, അവരുമായി സഖ്യകക്ഷികളാണ് ആര്? ഔസ് ഗോത്രം, അതിൻ്റെ നേതാവാണ് സഅദ്. അപ്പോൾ അവർ പ്രതീക്ഷിച്ചു സഅദ് തങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവർ ഭയങ്കരമായിട്ട് അത് സമ്മതിച്ചു. ഈ സഅദ് ബിൻ മുആദാകട്ടെ, അദ്ദേഹം ഖന്തഖ് യുദ്ധ നാളിൽ ശത്രുപക്ഷത്തു നിന്ന് വന്ന ഒരു അമ്പ് അദ്ദേഹത്തിൻ്റെ ഈ അക്ഹുൽ എന്ന് പറഞ്ഞ തുടയിൽ, കാൽത്തുടയിൽ തറച്ച് അത് ഏറ്റ് അദ്ദേഹം ഭയങ്കര വിഷമാവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് രോഗമായിരുന്നു. ആ അമ്പേറ്റ് അദ്ദേഹം മരിക്കാൻ മാത്രം അദ്ദേഹത്തിന് വലിയ പ്രയാസമായിരുന്നു. പക്ഷേ അദ്ദേഹം അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിന്നെ ഖുറൈശികളുമായിട്ടുള്ള യുദ്ധം തുടരുന്നുവെങ്കിൽ അത് തീരുന്നത് വരേക്കും പിന്നെ എന്നെ മരിപ്പിക്കരുത് എന്ന് അള്ളാഹിനോട് അദ്ദേഹം ദുആ ചെയ്തു. പിന്നെ ബനൂ ഖുറൈദക്കാരുടെ വിഷയത്തിൽ എൻ്റെ കുളിർത്തതിന് ശേഷമായിരിക്കണം എൻ്റെ മരണം എന്നും അള്ളാഹിനോട് അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുളിർക്കാൻ ഖുറൈദക്കാരുടെ വിഷയത്തിൽ വിധി തീർപ്പിന് വരേക്കും അള്ളാഹു അദ്ദേഹത്തെ ജീവിപ്പിച്ചു. ഖുറൈദക്കാർ സമ്മതിച്ചു, സഅദ് ബിൻ മുആദിൻ്റെ വിധി എന്താണെങ്കിലും അത് സ്വീകരിക്കും. അങ്ങനെ ഒരു കഴുതപ്പുറത്താണ് ഈ സഅദ് ബിൻ മുആദിനെ ഈ വിധി പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അദ്ദേഹം നടക്കാൻ വയ്യ, കാരണം അതല്ലേ കാലിൻ്റെ അവസ്ഥ. അങ്ങനെ അദ്ദേഹത്തെ കൊന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം കൊണ്ടുവരപ്പെട്ടത് പറഞ്ഞു, ഖൂമൂ ഇലാ സയ്യിദിക്കും, നിങ്ങളുടെ നേതാവാണ്, അദ്ദേഹത്തെ പിന്നെ എഴുന്നേറ്റ് സ്വീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും എഴുന്നേറ്റ് ചെന്നിട്ട് അദ്ദേഹത്തെ എടുത്തു കൊണ്ടുവന്ന് ഇരുത്തി
അങ്ങനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ തന്നെ ആളുകൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മൗലന്മാരാണ്, നിങ്ങളുടെ ആളുകളാണ് എന്നൊക്കെ ഉറക്കനെ പറയുന്നുണ്ട്. കാരണം അതുകൊണ്ട് നിങ്ങൾ വിധിക്കുമ്പോൾ ഈ ബനൂ ഖുറൈദ നിങ്ങളുടെ മൗലന്മാരാണ്, അതുകൊണ്ട് വിധിക്കുമ്പോൾ ഒരു അനുകൂല വിധി വരണം എന്ന അർത്ഥത്തിലാണ് ഇദ്ദേഹത്തോട് പറയണത്. അദ്ദേഹം വരുമ്പോൾ തന്നെ ഒച്ചച്ചു പറയുന്നുണ്ട്. പക്ഷെ സഅദ് റളിയല്ലാഹു തആല അൻഹു വിധിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇവിടെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എല്ലാവരും എൻ്റെ വിധി സ്വീകരിക്കൂല എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം വിധിക്കുകയാണ്. അദ്ദേഹം വിധിക്കുമ്പോൾ ആദ്യം പറഞ്ഞ ഇതാണ്, അൽ ആന ഹാന ലിസാദിൻ അല്ലാ യഖുദ ഫില്ലാഹി ലൗമത ലായിം. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാക്ഷേപകൻ്റെയും ആക്ഷേപം തനിക്ക് പിടികൂടരുത്, അതിന് സമയമായി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിധിച്ചത്. അദ്ദേഹം പറഞ്ഞ് വിധി ഇതാണ്, അൻ തുഖ്തല മുഖാത്തിലത്തുഹു, ഇവരിലെ മുഖാത്തിലത്ത് ഇതല്ല പ്രായപൂർത്തിയായ യോദ്ധാക്കൾ അവരൊക്കെ കൊല്ലപ്പെടണം. പിന്നെ അൻ തുസ്ബ ദറാരിഹിം, അവരിലെ സ്ത്രീകളും കുട്ടികളും പിടികൂടപ്പെടണം. അവർ കൊല്ലപ്പെടരുത്, പിടികൂടപ്പെടണം. പിന്നെ വാൻ തുഖസമ അംവാലഹും, ഇവരുടെ സ്വത്തുക്കൾ അത് വീതിക്കപ്പെടണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ടോ പറഞ്ഞു, ലഖദ് ഹകംത ബി ഹുക്മില്ല, അള്ളാഹുവിൻ്റെ വിധിയാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത് എന്ന് പറയേണ്ട. അതിനെ തുടർന്ന് സഅദ് റളിയല്ലാഹു തആല ഏറെ ജീവിച്ചില്ല. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജനാസ എടുത്തപ്പോൾ ജനാസ തീരെ ഭാരമില്ല. അപ്പോൾ അവിടെ വിശ്വാസികൾ പറയുന്നു, ഇത് തീരെ ഭാരമില്ല ഈ ജനാസക്ക്, ബനൂ ഖുറൈദക്കാരുടെ വിഷയത്തിൽ വിധി പറഞ്ഞതിനാണ് അദ്ദേഹത്തിൻ്റെ ജനാസയ്ക്ക് ഭാരമില്ലാത്തത് എന്ന് കപട വിശ്വാസികൾ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളോടൊപ്പം മലക്കുകളും അദ്ദേഹത്തിൻ്റെ ജനാസ പൊക്കാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഭാരം തോന്നാതിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി എന്നാണ്. ഏതായാലും ഇതാണ് വിഷയം. ഏത് വിഷയം? ഇവരിലെ പുരുഷന്മാർ വധിക്കപ്പെട്ട വിഷയം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ വിധി പ്രകാരം വിശുദ്ധ മദീനയിലെ സൂഖുൽ മദീന എന്ന് പറയുന്ന സ്ഥലം, അവിടെ വെച്ചാണ് ഈ ശിക്ഷ നടപ്പിലാക്കിയത്. മനസ്സിലായില്ലേ? അവരിൽ ഈ ഖുറൈദയിലെ പുരുഷന്മാർ അവർ വധിക്കപ്പെട്ടു. അത് എത്ര എണ്ണം? ചിലർ പറഞ്ഞത് അവരിൽ പുരുഷന്മാർ ചില ചരിത്രകാരന്മാർ 300 പേരായിരുന്നു, ചിലർ പറഞ്ഞത് 400 പേർ ആയിരുന്നു എന്നാണ്. വേറെയും എണ്ണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്, 700 പേരെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും അവരിലെ പുരുഷന്മാർ ഉണ്ടല്ലോ, അവരിൽ പ്രായപൂർത്തി എത്തിയ ആളുകൾ, വിധിയിൽ പറഞ്ഞത് മുഖാത്തിലത്തുഹും എന്നാണ്. മുഖാത്തില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? യോദ്ധാക്കന്മാർ അവരാണ്. അതിൽ പ്രായപൂർത്തിയാകാത്തവർ മുഴുവൻ ഒഴിവാക്കി. ഒരു സ്ത്രീ മാത്രം അതിൽ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെടാൻ കാരണം ഈ ഉപരോധ നാളുകളിൽ ഖല്ലാദ് ബിൻ സുവൈദ് റളിയല്ലാഹു അൻഹുവിനെ ആ സ്ത്രീ അരക്കണ കല്ലുണ്ടല്ലോ, ആസിലല്ലേ അരക്കണ കല്ല്, ആ കല്ലുകൊണ്ട് എറിഞ്ഞു കൊന്ന് സഅദ് റളിയല്ലാഹു അൻഹു, ഖല്ലാദ് ബിൻ സുവൈദ് റളിയല്ലാഹു അൻഹു. അതിന് പ്രതിക്രിയയായിട്ടാണ് സ്ത്രീയെ വധിച്ചത്. അതേസമയം സ്ത്രീകളെ വധിച്ചില്ല, കുട്ടികളെ വധിച്ചില്ല. അതും പ്രായപൂർത്തിയോടടുത്ത കുട്ടികളൊക്കെ വിടുകയാണ് ചെയ്തത്. അവരൊക്കെയാണ് പിൽക്കാലത്ത് സഹാബികളായിട്ട് എന്ത് ചെയ്തു, റാവിമാരായിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അവരിലെ പുരുഷന്മാരെ കൊല്ലുകയാണ് ഉണ്ടായത്. അവരുടെ എണ്ണം ആണ് ഈ പറയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിവിടെ ജീവിച്ച നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് പറയുന്ന 28 യുദ്ധങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിച്ച ഗസവകൾ 28 എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഗസവകളിൽ ശത്രുക്കളുമായി 9 എണ്ണത്തിൽ മാത്രമാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. 9 എണ്ണത്തിൽ മാത്രം സൈനികമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്നത്. അതിൽ 8 യുദ്ധങ്ങളിൽ മാത്രമാണ് ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 8 എണ്ണത്തിൽ മാത്രം. ബദർ, ഉഹദ്, ഖന്തക്ക് ഇങ്ങനെ തുടങ്ങിയ യുദ്ധങ്ങളിൽ അത് ഏറ്റുമുട്ടലുണ്ടായല്ലോ. അതിൽ ആളപായം 8 എണ്ണത്തിൽ ഉദ്ധരിക്കപ്പെട്ടുള്ളൂ. അതിൽ ശത്രുപക്ഷത്ത് നിന്ന് യുദ്ധത്തിൽ വധിക്കപ്പെട്ടത് 625 പേർ മാത്രമാണ്. ഇത്രയും യുദ്ധത്തിൽ 625 പേർ മാത്രം. ഈ 625ലേക്ക് ഒന്നുകിൽ ചിലർ ഈ 300 ചേർക്കും, അല്ലെങ്കിൽ ചിലർ എന്തെങ്കിലും 400 ചേർക്കും. അപ്പോൾ എത്ര? 625 300 925, അല്ലെങ്കിൽ 1025. 400 ചേർക്കുകയാണെങ്കിൽ 1025. ഇങ്ങനെ ഉണ്ടാവുക. ആകെ ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് മുസ്ലിമീങ്ങളിൽ നിന്ന് വധിക്കപ്പെട്ടത് 150 പേർ. ഈ യുദ്ധങ്ങളിലെല്ലാം ശത്രുപക്ഷത്തു നിന്ന് ആകെ
യുദ്ധങ്ങളിൽ 625 പേർ കൊല്ലപ്പെട്ടു. അതാണ് ശരി. ഈ 400 പേർ അല്ലെങ്കിൽ ഈ 300 പേർ അവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരല്ല. ശരിക്കും അവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരല്ല. അവർ കൊടിയ ചതിയന്മാരാണ്, ഒരു നാടിൻ്റെ വഞ്ചകന്മാരാണ്, ഒരു നാടിനെ ഒറ്റുകൊടുക്കുന്ന ഭീകരരാണ്. ഒരു നാടിനോട് ഓരം ചേർന്ന് ഒപ്പം നിൽക്കേണ്ട സന്ദർഭങ്ങളിൽ അവർ പിന്നിൽ നിന്ന് കുത്തുകയും ശത്രുവിന് സഹായം കൈമാറുകയും ചെയ്തവരാണ്. 20 ഒട്ടകങ്ങൾ പുറത്ത് നിറച്ച് ഭക്ഷണം കൊടുത്തയച്ച് ഇവർ സഹായിച്ചതൊക്കെ ചരിത്ര റിപ്പോർട്ടുകളിലുണ്ട്. അപ്പോൾ അവർക്ക് ഈ വധശിക്ഷ നൽകിയില്ല എങ്കിൽ അതാണ് കുറ്റം. ഇന്നത്തെ ഒരു പരിപ്രേക്ഷ്യത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയ വീക്ഷണത്തിൽ ഇതൊന്നും എന്തല്ല, ഒരിക്കലും ഒരു അതിശയോക്തിയേ അല്ല. അത് ശരിയല്ല. ആയിരക്കണക്കിന് ആളുകളും ബദറിലിങ്ങനെ ആയിരക്കണക്കിന് ആളുകളും, ശത്രുപക്ഷത്ത് തന്നെ ആകെ 900 ചില്ലാന ആളുകളാണ്. മുസ്ലിങ്ങൾ 300 ചില്ലാന ആളുകളാണ്. മുസ്ലിമീങ്ങളിൽ 300 ചില്ലാന ആളുകളിൽ 300 ആളുകൾ മടങ്ങി വന്നവരാണ്. 300ഓളം ആളുകൾ മടങ്ങിയവരാണ്. ശരിയല്ല. അതൊക്കെ ഏതായാലും ഇതാണ് ഇതിൻ്റെ ഈ ഖുറൈദയിൽ കൊല്ലപ്പെട്ട ആ ആളുകളുടെ അവസ്ഥ. ഇതാണ് മദീനയുടെ അന്നത്തെ ആ സാഹചര്യം. ഇപ്പം നിങ്ങൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ ഈ 10,000-ഓട് മുട്ടാൻ ഈ 3000 പോരാ. എന്നിട്ടും ഇവർ പാര വലിച്ചത് കാരണത്താൽ ഹദീസുകളിൽ കാണാം, നിസ്രാസ് തങ്ങൾ സലമത്ത് ബിനു അസ്ലം റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ 200 അശ്വഭടന്മാരെ ഇവിടെ പെട്രോളിങ്ങിന് അയച്ചു എന്നാണ്. ചില സന്ദർഭങ്ങളിൽ സെയ്ദ് ബിൻ ഹാരിസയുടെ നേതൃത്വത്തിൽ 300 കുതിരപ്പടയാളികളെ നിസ്രാസ് തങ്ങൾ മദീനയിൽ എന്ത് ചെയ്തു എന്നാണ്, അവർ ഇവിടെ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ചു എന്നാണ്. കാരണം ഇവർ ഈ പണി ചെയ്തതോട് കൂടിയിട്ട് പിന്നെ എന്ത് മദീനയിലാകാം. അതുകൊണ്ടാണ് ചില ഹദീസുകളിൽ കാണാം, ഒരു യഹൂദൻ ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹുവിൻ്റെ കോട്ടയ്ക്ക് നേരെ വന്നു. ഹസാൻ്റെ കോട്ട, കാരണം അവിടെ സ്ത്രീകളാണ്. അപ്പോഴാണ് സഫിയ റളിയല്ലാഹു തആല അൻഹ, സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്, ഹംസയുടെ റളിയല്ലാഹുവിൻ്റെ പെങ്ങൾ സഫിയ, അവിടെ നിന്ന് ഒരു തൂണെടുത്ത് കോട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാളെ കൊന്ന ചരിത്രമുണ്ട്. കാരണം അവരെന്ത് ചെയ്തു, ഈ ജൂതരല്ലേ, അവർ ഈ തക്കം നോക്കിയിട്ട് ഇവിടെ പണിയെടുക്കാൻ തുടങ്ങി. നബി തങ്ങൾ ഈ ഇത്രയും ആളുകളെ ഈ പെട്രോളിങ്ങിന് അയക്കണമെന്ന് ആലോചിച്ച് നോക്കിയ ഈ സന്ദർഭത്തിൽ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ ഈ വലിയ ശത്രു മാത്രമല്ല വിഷയം, പിന്നെയോ ഇവിടെ ഈ ഒരു ഖുറൈദ ഇവരാണ് വലിയ വിഷമവും പ്രശ്നവും സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് നീതിപൂർവമായ ഒരു വിധി അവരുടെ വിഷയത്തിൽ. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പ്രഖ്യാപിക്കല്ല. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ച്, സഅദാകട്ടെ ഇവരുടെ സഖ്യ കക്ഷിയിൽപ്പെട്ട ആളാണ്. സഅദിനെ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പക്ഷേ സഅദിന് നന്നായി ബോധ്യപ്പെട്ടിരുന്നു ഇവരുടെ ചതി അതിൻ്റെ ആഴെത്ര എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഅദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ വിധി, അത് അള്ളാഹുവിൻ്റെ വിധിയായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. അതോടുകൂടി ഈ ഒരു തലവേദനയിൽ നിന്ന് ബനു ഖൈനുഖ, ബനു നദീർ, ബനു ഖുറൈദ തലവേദനയിൽ നിന്ന് വിശുദ്ധ മദീന മുക്തമായി എന്നുള്ളതാണ് ചരിത്രം. ഹിജ്റയുടെ 5 ദുൽഖഅദ് മാസത്തിനൊടുവിലായിരുന്നു ഈ ഒരു ഉപരോധത്തിൻ്റെ ചരിത്രം. 25 ദിവസം നീണ്ടു നിന്നു. ഇവിടെ ഒരു നിസ്രാസ് തങ്ങൾ 25 ദിവസം പാർത്തില്ലേ, നിന്നില്ലേ. അതുകൊണ്ട് തന്നെ നിസ്രാസ് തങ്ങൾ ഇവിടെ നിസ്കരിച്ചു. ആ 25 ദിവസങ്ങളും അവിടെ മസ്ജിദ് ബനി ഖുറൈബ എന്ന പേരിലൊരു മസ്ജിദ് ഉണ്ടായിരുന്നു, മസ്ജിദ് ബനി ഖുറൈബ. ആ മസ്ജിദിനെ കുറിച്ച് ചരിത്രത്തിൽ പലരും എഴുതിയിട്ടുണ്ട് വിഷയങ്ങളും. ഇന്ന് ആ മസ്ജിദ് ഇല്ല അവിടെ. എന്നാൽ മുസ്തശ്വൽ വത്തനി എന്ന പേരിൽ ഒരു നാഷണൽ ഹോസ്പിറ്റലുണ്ട് ആ ഭാഗത്ത്. ആ ഭാഗത്താണ് മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്നത്. അത് തുറന്ന മൈതാനാണ്, മസ്ജിദില്ല അവിടെ. എനിക്ക് ഞാൻ അറിയില്ല, അവരുടെ കിതാബ് നോക്കിയിട്ട് വിധിച്ചു എന്നുള്ളത്. ഏത് കിതാബ് നോക്കിയിട്ടുണ്ടെങ്കിലും ഇനി ഏത് രാഷ്ട്രീയ മീമാംസ നോക്കിയിട്ടുണ്ടെങ്കിലും അവരർഹിക്കുന്ന വിധി അതേ ഉള്ളൂ. അതിൽ ഇഷ്ടമല്ല. നേർബുദ്ധിയുള്ളൊരു മനുഷ്യന് അവരെ വിധിക്കുക അതാണ്. അതിനെ കുറഞ്ഞൊരു ശിക്ഷ അവർക്ക് ഇല്ല, അവർക്കില്ല. ഇത് അർഹിക്കുന്നവരായിരുന്നു അവർ. അവർക്ക് എന്ത് തോറാത്ത്. ഈ ബനു ഖുറൈദയും ബനു നദീറും 2 ഗോത്രങ്ങൾ. ഈ സൂറത്ത് സൂറത്തുൽ മാഇദയിലെ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ ളാലിമൂൻ എന്നൊക്കെ പറഞ്ഞ ആയത്തുകളുണ്ടല്ലോ. ആ ആയത്തുകളുടെ തഫ്സീറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ബനു ഖുറൈദയും ബനു നദീറും 2 ജ്യോത്സ്യന്മാരും പണ്ഡിതന്മാരുമാണ്. അവർ ശരിക്കും ഒരു തബക്കയാണ്. പക്ഷെ അവർ അന്യോന്യം ജ്യേഷ്ഠാജന്മാരാണ്. അവരുടെ മക്കളാണ്. പക്ഷേ ഇവർ അന്യോന്യം 2 ദർജയായിരുന്നു. ബനു ഖുറൈദയിൽ നിന്ന് ബനു നദീർ ഒരാളെ കൊന്നാലും ബനു നദീറിൽ നിന്ന് ബനു ഖുറൈദയിലേക്ക് ഒരാളെ കൊന്നാലും അവരുടെ വിധി എന്തായിരുന്നു അറിയോ? ഖുറൈദയാണ് മൂത്തത്. ഈ അണ്ടിയാണോ മാങ്ങയാണോ മൂത്ത ചോദിച്ചൂലേ,
അതിൽ പിന്നെ മൂത്തത് കുറൈദയാണ്. അവരപേക്ഷിച്ച് കുറൈദ അല്ല സബറ മൂത്തത് നദീറാണ്, കുറൈദ താഴെയാണ്. അതുകൊണ്ട് തന്നെ കുറൈദക്കാരൻ നദറിയെ കൊന്നാൽ പകരം കുറൈദക്കാരൻ കൊല്ലപ്പെടും. ഇവിടുന്ന് ഒരാൾ ഇവിടെ കൊന്നിട്ടുണ്ടെങ്കിൽ പ്രതിക്രിയ ഉണ്ട്, കാരണം ഇവർ മൂത്തലാണ് കൊന്നത്, അതുകൊണ്ട് ഇവിടെ പ്രതിക്രിയ. എന്നാൽ നബരിയാണ് കുറവയെ കൊന്നത് എങ്കിൽ അവരുടെ വിധി പ്രതിക്രിയ പറ്റില്ല, തിരിച്ചു കൊല്ലൂല, കാരണം കിടക്കൂല. അതുകൊണ്ട് തന്നെ 100 വസ്ക് തമ്ര കാരക്ക, 100 വസ്ക് തമ്ര അതായിരുന്നു നൽകിയിരുന്നത്. തിരിച്ചു കൊല്ലൂല, പിന്നെയോ അതിന് പകരം 100 വസ്ക് കാരക്ക കൊടുക്കുമായിരുന്നു എന്നാണ്, അതാണ് ചരിത്രം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്. ഏത് വകതബ്ന അലൈഹിം ഫീഹ അന്നൻ നഫ്സ ബിന്നഫ്സി വൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫി വൽ ഉദുന ബിൽ ഉദുനി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസ് എന്ന ആയത്തിറക്കിയത് ഈ വിഷയത്തിലാണ്. ആയത്ത് തഫ്സീറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. നബരി കുറദിയെ കൊന്നാൽ 100 വസ്ക് കാരക്ക കൊണ്ട് പരിഹരിക്കപ്പെടും. എന്നാൽ കുറദിയാണ് നബരിയെ കൊല്ലുന്നത് എങ്കിൽ പ്രതിക്രിയയായിട്ട് ഇവിടെ കൊല്ലും. കാരണം ഇവർ 2 തബക്കയാണ്, ഒരേപോലെ ആയിരുന്നില്ല, ഇവർ മൂത്തതായിരുന്നു, അവരന്യോന്യം ഇവർക്ക് തോറാത്ത്. ഏതായാലും പിന്നെ ഇനി തോറാത്ത് പ്രകാരം വിധിച്ചു പറഞ്ഞിട്ടെങ്കിലും ശരിയാണ്. കാരണം എന്താണ്, ഏത് വ്യവസ്ഥ പ്രകാരം നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഖുറബികൾ അന്ന് ചെയ്ത ഈ ഒരു അക്രമം, ഒരു അന്യായം, ഈ ഒരു കൊലച്ചതി ഒരു നാടിനോട്, തങ്ങളുടെ ജന്മനാടിനോട്, അതാണ് ജന്മനാടിനോട് അവർ ചെയ്ത ആ കൊലച്ചതി, അത് കാരണത്താൽ അവരർഹിക്കുന്ന ശിക്ഷയാണ് അവർക്ക് ലഭിച്ചത്, അതാണ് നൽകിയത് എന്നുള്ളതാണ് അതിലെ ചരിത്രം. ഒരു ദിവസം 4 നിസ്കാരം, ദുഹറും അസറും, യുദ്ധ സാഹചര്യമല്ലേ, യുദ്ധ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂർധന്യതയിൽ ദുഹറും അസറും ബന്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അത് കാരണത്താൽ എന്ത് ചെയ്തു, ആ സമയത്ത് നിസ്കാരം പറ്റിയില്ല. പിന്നെ മഗ്രിബ് വിഷയം, അതുകൊണ്ട് തന്നെ ദുഹറിനെയും അസറിനെയും മഗ്രിബിനെയും വിഷയെയും ഒന്നിച്ച് നിസ്കരിച്ചു എന്നുള്ളതാണ്. പിന്നെ അതിൽ ഹദീസുകൾ കാണാം, സഹിഹായ ഹദീസിൽ കാണാം. പിന്നെ അസർ മാത്രം നിസ്കരിച്ച് മറന്ന അവസ്ഥകൾ വേറെ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം ആ നാളുകൾ, ഇത് 20 ചില്ലാനും ദിവസങ്ങൾ ഇത് തുടർന്നിട്ടുണ്ട്. ഇവിടെ 20 ചില്ലാനും ദിവസങ്ങൾ, 25 ദിവസം ഇവിടെയും, ഒരു തുടർച്ച പോലെയാണിത്. 45 ദിവസം വിശുദ്ധ മദീനയിൽ നബി തങ്ങൾ ഈ ദീൻ എത്തിക്കുന്ന അറിയാൻ എത്ര പരീക്ഷിക്കപ്പെട്ടു, എത്ര പ്രയാസപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് കൂടി ഈ വരികളിൽ നമുക്ക് വായിക്കാനുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി വസല്ലിം ബാരിക് അലാ നബീന മുഹമ്മദ്. ഇതാണ് ഈ ഒരു പിന്നെ ബനൂ ഖുറൈദ സംഭവത്തിൻ്റെ ഒരു ചരിത്രം. ഇനി നമുക്കിനി ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ആയത്ത് മനസ്സിലാക്കേണ്ടത്. അടുത്ത 2 ആയത്തുകൾ ഇവരുടെ വിഷയത്തിലും, ഞാനത് ഇവിടെ ഓതി പറയാതിരുന്ന അതിലും ചില പ്രയോഗങ്ങൾ നമുക്ക് വേറെ മനസ്സിലാക്കാനുണ്ട്, അതിൻ്റെ ചില വിധികളും വിഷയങ്ങളും. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും.